പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് ലോത്തിന്റെ ഭാര്യയെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഓരോ സ്ത്രീരത്നങ്ങളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോത്തിന്റെ ഭാര്യയെ കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന് പുതിയ നിയമത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ലോത്തിന്റെ ഭാര്യയെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ലോത്തിന്റെ ഭാര്യ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും നമുക്ക് ലോത്തിനെ കുറിച്ച്, ലോത്തിന്റെ കുടുംബത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. 13-ാം അധ്യായം നമുക്ക് 1-ാം വാക്യം മുതൽ നമുക്ക് കാണാം. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തു വന്നു. കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അവൻ തൻ്റെ യാത്രയിൽ തെക്കുനിന്ന് ബേഥേൽ വരെയും ബേഥേലിന് ഹായിക്ക് മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠമിരുന്നതുമായ സ്ഥലം വരെ ചെന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്ത് അവരെ വഹിച്ചു കൂടാതെ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെ നാം വായിച്ചു കേട്ടത് അബ്രഹാമിൻ്റെയും സാറയോടും ഒപ്പം ലോത്തും വന്നതായിട്ടാണ്. ലോത്ത് അനാഥനായ ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാമിന്റെ സഹോദരന്റെ മകനാണ് ലോത്ത്. തൻ്റെ അപ്പനും അമ്മയും ഇല്ലാത്തതുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അബ്രഹാമാണ് ലോത്തിനെ സംരക്ഷിച്ച് വളർത്തി കൊണ്ടുവന്നത്. അങ്ങനെ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്ന് പാർക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ വന്ന് പാർക്കുകയും അബ്രഹാം ലോത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. ലോത്തിന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ലോത്തും അവിടെ വളരുവാനും ലോത്തും അബ്രഹാമിനെ പോലെ ബഹുസമ്പന്നനായി തീരുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കെ അവർ താമസിക്കുന്ന സ്ഥലത്ത് അവർക്ക് ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത്രമാത്രം സമ്പന്നരായി 2 കുടുംബങ്ങളും മാറുവാൻ ഇടയായപ്പോൾ അബ്രഹാം പറഞ്ഞു, അബ്രഹാമിന്റെ കന്നുകാലികളും ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്ത്യരും അന്ന് ദേശത്തു പാർത്തിരുന്നു. ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ അവിടെ മത്സരിക്കുവാൻ, ഭിന്നതകൾ ഉണ്ടാകുവാൻ ഇടയായി തുടങ്ങി. അത് കണ്ടപ്പോൾ അബ്രഹാം ആഗ്രഹിച്ചു, അവർ കാരണം നമ്മൾ സഹോദരങ്ങൾ പിണക്കം ഉണ്ടാകരുത്. താഴോട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പേ ഇല്ലയോ, എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അബ്രഹാം അവിടെ ലോത്തിനോട് പറയുവാനിടയായി, നമ്മൾ തമ്മിൽ പിണങ്ങുവാൻ പാടില്ല. അതുകൊണ്ട് നാം സമ്പാദിച്ചതെല്ലാം നമ്മുടെ 2 പേരുടെയും മുമ്പിലുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുക്കാം. നീ വലത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കോളാം, നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കോളാം എന്ന് പറയുവാനിടയായി. നിനക്കിഷ്ടമുള്ള സ്ഥലം സ്വീകരിക്കാം എന്ന്
പറയുവാനിടയായി തീർന്നു. അങ്ങനെ അത് ലോത്തിന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു കാണും. അവർ അങ്ങനെയാണല്ലോ, ലോത്ത് എല്ലാ കാര്യവും തൻ്റെ ഭാര്യയോട് പറയും, അബ്രഹാം സാറയോട് പറയുന്നത് പോലെ. അങ്ങനെ ലോത്ത് തൻ്റെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു കാണും, ആ കാണുന്ന സ്ഥലം നമുക്ക് എടുക്കാം, അവിടെ യോർദാൻ അരികെ ഉള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതായി കണ്ടു. യഹോവ സോതോമിനെയും ഗോമോറയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെ സോവർ വരെ മിസ്രയീം ദേശം പോലെ ആയിരുന്നു. സോതോമും ഗോമോറയൊക്കെ വളരെ ഫലപുഷ്ടിയുള്ള നല്ല പൂന്തോട്ടം പോലെയുള്ള സ്ഥലമായിരുന്നു. അത് കണ്ടിട്ട് ലോത്തും ഭാര്യയും കൂടെ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിരിക്കാം. കാരണം ലോത്തിന്റെ ഭാര്യ ആഗ്രഹിച്ചു, നീരോട്ടമുള്ള സ്ഥലം നമുക്ക് കിട്ടിയാൽ നമുക്ക് നന്മ നേടുവാൻ സാധിക്കും, നമുക്ക് കൂടുതൽ അനുഗ്രഹം നേടുവാൻ സാധിക്കുമെന്ന് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ലോത്ത് പറയുവാനിടയായി തീർന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്ത് ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. കിഴക്കോട്ടുള്ള ഭാഗത്തേക്ക് യാത്ര തിരിക്കുകയും അവിടെ നിന്ന് സോദോം വരെയും പട്ടണം ഒക്കെയും കൂടാരം നീക്കി അടിച്ച് സോദോം വരെയും കൂടാരം അടിക്കുവാൻ ഇടയായി തീർന്നു. സോദോം വരെയും കൂടാരം അടിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അത്യാഗ്രഹം മൂത്ത് നന്മ കൂടുതൽ നേടുവാനായിട്ട് ആഗ്രഹിച്ച് ദ്രവ്യാഗ്രഹ പ്രകാരം ലോത്തും ഭാര്യയും സോദോം വരെ കൂടാരം നീക്കി അടിക്കുവാൻ ഇടയായി തീർന്നു. ലോത്താകട്ടെ ഭയഭക്തിയുള്ള, ദൈവത്തിനെ ഭയന്ന് ജീവിക്കുന്ന നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ലോത്തിന്റെ ഭാര്യ അവിടെയുള്ള എല്ലാ വ്യക്തികളോടും കൂട്ടൊക്കെ കൂടി തൻ്റെ ആ സോദോം എന്ന് പറയുന്നത് നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി 13 നമുക്ക് കാണുവാൻ സാധിക്കും, സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു. എന്തോന്നാണ്? ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പേ മഹാപാപികളും ആയിരുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലം നിനക്ക് വടക്കോട്ടുള്ള, തെക്കോട്ടുള്ള, കിഴക്കോട്ടുള്ള, പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്ക് സന്തതിക്കും ശാശ്വതമായി തരുമെന്ന്. അതായത് അബ്രഹാമിന് കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 13-ാം അധ്യായം 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ലോത്ത് എവിടെയാണ് ചെന്ന് അകപ്പെട്ടതെന്ന്. ദൈവം ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന, മ്ലേച്ഛമായി ജീവിക്കുന്ന വ്യക്തികളുടെ ദേശമാകുന്ന സോദോമിലാണ് ലോത്തും കുടുംബവും ചെന്ന് പാർക്കുവാൻ ഇടയായി തീർന്നത്. ആ സ്ഥലത്ത് പാർത്തപ്പോൾ അവിടെയുള്ള ആളുകളുമായി ചങ്ങാതം കൂടുവാൻ ലോത്തിന്റെ ഭാര്യയും മക്കളും ഇടയായി തീർന്നു.
അബ്രഹാം തൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കുവാൻ അബ്രഹാം എന്താണ് വിചാരിച്ചത്? നമുക്ക് ഈ സ്ഥലത്തുനിന്ന് വേണ്ട, നമ്മുടെ ചാർച്ചക്കാരുടെ അടുത്ത് ചെന്ന് ഒരു കുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് എലിയാസറിനോട് പറഞ്ഞു. എന്നാൽ ലോത്തും ഭാര്യയുമാകട്ടെ എന്താണ് ചെയ്തത്? തൻ്റെ പെൺമക്കൾക്ക് വേണ്ടി സോതോമിൽ പാപികളായി ജീവിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് 2 മരുമക്കളെ കണ്ടുപിടിക്കുവാനാണ് ഇടയായത്. അത് തന്നെ ദൈവഹിതമില്ലാത്ത കാര്യമാണ് അവർ ചെയ്തത്. ദൈവഹിതമില്ലാത്ത കാര്യമാണ് അവർ ചെയ്തത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് ദൈവം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് യേശു കർത്താവ് പറയുന്നതാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വച്ചാൽ ലോത്തിന്റെ ഭാര്യ അത്യാഗ്രഹത്തിന്റെ പിന്നാലെ, അത്യാഗ്രഹം എന്നത് ഒരു വിഗ്രഹാരാധനയാണെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അത്യാഗ്രഹത്തെ വിഗ്രഹാരാധനയായിട്ടാണ് പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ എഴുതിയിരിക്കുന്നത്. അത്യാഗ്രഹത്തെ നാം മരവിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം അത്യാഗ്രഹമുള്ളവരാകാൻ പാടില്ല എന്നുള്ളതാണ് ലോത്തിന്റെ ഭാര്യയിലൂടെ നാം നോക്കി പഠിക്കേണ്ടത് എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കോസ് 12:15 പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ദ്രവ്യാഗ്രഹം സൂക്ഷിച്ചു കൊള്ളണം. വസ്തുവകയല്ല, സമൃദ്ധിയല്ല അവർക്ക് അനുഗ്രഹം, അവരുടെ ജീവനെ കാക്കുന്നത്. നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുന്നതാണ് നമുക്ക് അനുഗ്രഹം എന്നുള്ളതാണ് കർത്താവ് തന്നെ ഇവിടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ദ്രവ്യാഗ്രഹം ഉള്ള വ്യക്തി, അത്യാഗ്രഹം ഉള്ള വ്യക്തി വിഗ്രഹാരാധനയാണ് ചെയ്യുന്നത്, അല്ലാതെ ദൈവത്തെ അല്ല അവിടെ അന്വേഷിക്കുന്നത്. എന്നാൽ ലോത്ത് നീതിമാനായിരുന്നു. തൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം, തൻ്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം, ദ്രവ്യാഗ്രഹം അനുസരിച്ച് അവിടെ ഒത്തിരിയും കാര്യങ്ങൾ നേടാം എന്ന് വിചാരിച്ച് പോയതാണ് സോതോമിൽ. പക്ഷേ സോതോമിൽ പോയിട്ട് ദൈവഭയം അവൾക്ക് തെല്ലും നഷ്ടപ്പെടുവാനിടയായി തീർന്നു. അതുകൊണ്ടല്ലേ തൻ്റെ മക്കൾക്ക് വേണ്ടിയും അവിടെ നിന്നുള്ള പുരുഷന്മാരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ തൻ്റെ മക്കളും സമ്പന്നരായി തീരുമെന്ന് അവൾ ചിന്തിച്ച് തൻ്റെ ഭർത്താവായ ലോത്തിനെ നിർബന്ധിച്ചു കാണും. ദൈവഭയമില്ലാത്ത വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ദ്രവ്യാഗ്രഹം. അവർക്ക് എത്ര ലഭിച്ചാലും അതിൽ തൃപ്തി അവർക്ക് ഉണ്ടാകത്തില്ല. അവർക്ക് ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും സമ്പാദിക്കണം, ഇനിയും നേടണം എന്നുള്ള ചിന്തയോടെ ജീവിക്കുന്ന വ്യക്തികളാണ്
ദ്രവ്യാഗ്രഹികൾ എന്ന് പറയുന്നത്. അവർ ദ്രവ്യാഗ്രഹികളാകുമ്പോൾ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത് എന്നാണ് പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായി ഇരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദ്രവ്യാഗ്രഹമില്ലാതെ തൃപ്തിയുള്ളവരായിരിക്കുവാൻ, നമുക്കുള്ളതിൽ തൃപ്തിയുള്ളവരായിരിക്കുവാൻ, ദൈവം നമുക്ക് നൽകുന്ന കാര്യങ്ങളിൽ തൃപ്തിയുള്ളവരായിരിക്കുവാനാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. നാം തൃപ്തിയുള്ളവരായിരിക്കണം. ഒരു നാളും ദൈവം നമ്മെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നാണ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി 19-ാം അധ്യായം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നാം നേരത്തെ ഹാഗറിന്റെ വിഷയത്തിൽ നാം പഠിച്ചു. അബ്രഹാമിന്റെ അടുത്ത് 3 ദൂതന്മാർ കടന്നു വന്നു. അവർ ആഹാരം കഴിച്ച് തൃപ്തരായി സോതോമിലേക്ക് മടങ്ങി പോകുന്നത് കണ്ടു. സോതോമിലേക്ക് അവർ പോവുകയാണ്. 19-ാം അധ്യായത്തിൽ ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിൽ എത്തി. അതായത് കർത്താവ് മടങ്ങിപ്പോയി. കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ 2 ദൂതന്മാരും എവിടെ പോയി? സോതോമിലേക്ക് പോയി. സോതോമിൽ എത്തി. ലോത്ത് സോതോം പട്ടണ വാതിൽക്കൽ ഇരിക്കയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. ലോത്ത് അവിടെ നമസ്കരിച്ച് അവരെ സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർപ്പിൻ, കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയുമാകാം എന്ന് പറഞ്ഞതിന് അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപ്പാർക്കും എന്ന് അവർ പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലോത്തും അബ്രഹാമിൽ നിന്ന് പഠിച്ചതായ കാര്യമാണ് ഇവിടെ പ്രതിബിംബിക്കുന്നത്. ലോത്തും അതിഥികളെ സൽക്കരിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാമിൽ നിന്ന് അത് ലോത്ത് പഠിച്ചതാണ്. ദൂതന്മാരെ അവരെ സൽക്കരിക്കുവാനും അവരുടെ കാല് കഴുകുവാനും ഒക്കെ അവിടെ ലോത്ത് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ഭവനത്തിൽ രാപ്പാർക്കുവാൻ വിശ്രമിക്കുവാനൊക്കെ നിർബന്ധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവന്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് അവർക്ക് വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. അവർ ഉറങ്ങാൻ മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും അബാലവൃദ്ധം എല്ലാവരും അവന്റെ വീട് വളഞ്ഞു. അതായത് ലോത്തിന്റെ വീട്ടില് അവരെ പാർക്കുന്നത് അറിഞ്ഞിട്ട്, 2 പുരുഷന്മാർ വന്ന് പാർക്കുന്നത് അറിഞ്ഞിട്ട് സോദോമിലുള്ള എല്ലാ പുരുഷന്മാരും അവിടെ കടന്നു വന്ന് അവരുടെ ഭവനത്തിന് ചുറ്റും വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ച്, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്ത് കൊണ്ടുവാ എന്ന് അവനോട് പറഞ്ഞു. അതായത് പുരുഷന്മാർ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് അവരെ വിട്ടുതരണം, അവരോട് കൂടെ ഭോഗിക്കുവാൻ. അതായത് സ്വവർഗ ഭോഗികളാണ് സോദോമിലുള്ള വ്യക്തി ജീവിതങ്ങൾ എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വവർഗ ഭോഗികളാണ് അവർ എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ലോത്ത് വാതിക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന്
കതക് അടച്ചു വെച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുതേ. പുരുഷന്മാർ തൊടാത്ത 2 പുത്രിമാർ എനിക്ക് ഉണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവിൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ. ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൽ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നീതിമാനായതുകൊണ്ട് ലോത്ത് എന്തു ചെയ്തു? പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, തൊഴുതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കരുത്. എൻ്റെ പുരുഷൻ തൊടാത്ത 2 മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അവരെ വേണമെങ്കിൽ തരാം. അവരെ നിങ്ങൾ എന്തു വേണോ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ അതിഥികളായിരിക്കുന്ന ആ പുരുഷന്മാരെ മാത്രം നിങ്ങൾ ഒന്നും ചെയ്യരുത്. അവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് മഹാപാപമാണ്. അവർ എൻ്റെ വീട്ടിൽ അതിഥികളാണ്. അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്ന് ലോത്ത് പറയുവാനിടയായി തീർന്നു. മാറി നിൽക്ക എന്ന് അവർ പറഞ്ഞു. ഇവൻ ഒരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു, ന്യായവിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോടും ദോഷം ചെയ്യും എന്ന് അവർ പറഞ്ഞു. ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അതായത് അവരെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവനെയും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ആ വാതിലിനെ പൊളിക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്തു കയറ്റി. ആ പുരുഷന്മാർ ലോത്തിനെ പുറത്തോട്ട് കൈയിട്ട് പെട്ടെന്ന് വലിച്ച് അകത്തോട്ട് കയറ്റുവാനിടയായി. വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് അപാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. അതായത് ദൂതന്മാർ എന്തു ചെയ്തു? പുറത്തു നിന്ന എല്ലാവരുടെയും കണ്ണിനെ അന്ധത പിടിപ്പിച്ചു. അവർ വാതിൽ എവിടെയാണെന്ന് തപ്പി തപ്പി നടക്കുവാനിടയായി തീർന്നു. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണത്തിൽ നിനക്ക് ഉള്ളവരൊക്കെയും ഈ സ്ഥലത്തു നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുരുഷന്മാർ, ആ ദൂതന്മാർ എന്ത് പറഞ്ഞു? നിനക്ക് വേണ്ടപ്പെട്ടതായ നിന്റെ മക്കളോ മരുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവരെയെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇവരെ കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും. അതിന് നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സൊദോമിലെ വ്യക്തികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് യഹോവ വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ പട്ടണത്തെ നശിപ്പിക്കുവാനാണ് ഞങ്ങളെ ഇവിടെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ദൂതന്മാർ എന്തുകൊണ്ട് ലോത്തിന്റെ അടുത്ത് വന്നു? അബ്രഹാം സോദോം നശിപ്പിക്കുവാൻ യഹോവ പോകുന്നു എന്ന് കേട്ടപ്പോൾ അബ്രഹാം യഹോവയോട് പറയുവാൻ ഇടയായി, അവിടെ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ നീ അത് നശിപ്പിക്കരുതേ എന്ന് കേണു വീണ് അപേക്ഷിച്ചു. പല രീതിയിൽ 50 പേരുണ്ടെങ്കിൽ 40 പേരുണ്ടെങ്കിൽ 30 പേര്, അങ്ങനെയൊക്കെ പല രീതിയിൽ അബ്രഹാം ചോദിക്കുവാൻ ഇടയായി തീർന്നു. തൻ്റെ സഹോദരനായ ജ്യേഷ്ഠന്റെ മകനായ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ അബ്രഹാം യഹോവയോട് നിലവിളിച്ചു. അതുകൊണ്ട് ദൈവം നീതിമാനായ ലോത്തിനെ കണ്ടിട്ട് ലോത്തിന്റെ കുടുംബത്തെ മാത്രം രക്ഷിക്കുവാൻ തീരുമാനിച്ചിട്ടാണ് ആ ദൂതന്മാരെ അവിടെ പറഞ്ഞയച്ച് ലോത്തിന്റെ കുടുംബത്തെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു അയക്കുവാനിടയായി തീർന്നത്. അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെയും വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോടും സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ലോത്ത് ചെന്ന് തൻ്റെ മക്കളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന മരുമക്കളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ, പട്ടണം നശിപ്പിക്കുവാൻ യഹോവ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ലോത്ത് കളി പറയുകയാണെന്ന് അവർ കരുതിയിട്ട് അവർ അത് സ്വീകരിച്ചില്ല. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി. ആ പട്ടണത്തിന്റെ
അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവർ തന്റെ ഭാര്യയും 2 മക്കളെയും കൊണ്ട് പൊയ്ക്കൊള്ളാൻ രാവിലെ ആയപ്പോൾ ലോത്തിനെ നിർബന്ധിക്കുവാനിടയായിത്തീർന്നു. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈ പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. ഇവർ ഇറങ്ങുവാൻ താമസിക്കുന്നത് കണ്ടപ്പോൾ എന്താണ് ചെയ്തത്? ദൂതന്മാർ തന്നെ അവരുടെ 4 പേരുടെയും കയ്യെ പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ട് അവരെ ആക്കുവാനിടയായി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ ദേശത്തെ നിൽക്കുകയും അരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. പുറത്തു കൊണ്ടാക്കിയിട്ട് എന്ത് പറഞ്ഞു? ഇവിടെ നിന്ന് ഓടിപ്പോകണം, നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ ആ പർവ്വതത്തിലേക്ക് ഓടി കയറി പോകുക, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, ഓടുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ലോത്തിന്റെ ഭാര്യയ്ക്ക് ആ ദേശത്തെ വിട്ടിറങ്ങുവാൻ മനസ്സില്ലായിരുന്നു. ലോത്തിന്റെ ഭാര്യയ്ക്ക് ആ ദേശം വിട്ടു പോകുവാൻ, സമൃദ്ധിയുടെ ദേശം വിട്ടു പോകുവാൻ മനസ്സില്ലായിരുന്നു. അവളുടെ സ്വത്തെല്ലാം അവിടെയാണ് കിടക്കുന്നത്. അവൾക്ക് ആ സ്വത്തും വകകളും ഒന്നും വിട്ടിട്ട് പോകുവാൻ മനസ്സില്ലായിരുന്നു. ഓടുന്ന മധ്യേ അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനിടയായി. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എൻ്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടി എത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷേ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. പർവ്വതത്തിൽ ഓടിക്കയറുവാനുള്ള ആരോഗ്യം തനിക്കില്ല എന്ന് കർത്താവിനോട് ലോത്ത് പറയുവാനിടയായി തീർന്നു. ലോത്തിനെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നതിന് നന്ദി പറയുവാനും ഇടയായി. ഇതാ, ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷയുണ്ടാകും. ലോത്ത് ചോദിക്കുന്നു, ഒരു ചെറിയ പട്ടണം കാണിച്ചിട്ട് ഞാൻ അവിടേക്ക് ഓടിപ്പോയിക്കോട്ടെ, എനിക്ക് അപ്പോൾ ജീവരക്ഷയുണ്ടാകുമോ എന്ന്. അവനോട്, ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് പോകുവാനും ആ പട്ടണം നശിപ്പിക്കത്തില്ല എന്നും കർത്താവ് അവനോട് പറയുവാനിടയായി. ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവർ എന്ന പേരായി. ആ സോവറിലേക്ക് കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്ക് പ്രദേശത്തിന് മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഓടിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പട്ടണം വിട്ട് അവർ പോയെങ്കിലും അവർ തിരിഞ്ഞു നോക്കരുത് എന്ന് ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. ലോത്തിന്റെ ഭാര്യ അനുസരിക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. ലോത്തിന്റെ ഭാര്യ ദൈവത്തെ ഭയക്കാത്ത ഒരു സ്ത്രീയായിരുന്നു. ദൈവത്തെ അനുസരിക്കാത്ത സ്ത്രീയായിരുന്നു. ദൈവഭയമുള്ള ഒരു സ്ത്രീ ദൈവം എന്താണോ പറയുന്നത് അത് നിശ്ചയമായും അനുസരിക്കുന്നവളായിരിക്കും. ദൈവഭയമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. ദൈവത്തെ അനുസരിക്കാത്ത സ്ത്രീയായിരുന്നു അവൾ. ആ പട്ടണത്തിൽ എത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കുവാനിടയായി. ആ തിരിഞ്ഞു നോക്കിയതും അവൾ ഉപ്പുതൂണായി മാറി. ഇന്നും
ചാവുകടൽ, അതായത് റെഡ് സീയുടെ ഭാഗത്ത് പോകുകയാണെങ്കിൽ പോയവർക്കെല്ലാം കാണുവാൻ സാധിച്ചതായ കാര്യമാണ് ഇന്നും അവിടെ നിലകൊള്ളുകയാണ്. ഒരു സ്ത്രീയുടെ രൂപത്തിലുള്ള ഉപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു തൂൺ, അതായത് ഒരു പില്ലർ സ്ത്രീയുടെ രൂപത്തിൽ ഉപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ത്രീയുടെ രൂപം ഇന്നും അവിടെ കാണുവാൻ സാധിക്കും. അത് ലോത്തിന്റെ ഭാര്യയാണെന്നാണ് പറയുന്നത്. ലോത്തിന്റെ ഭാര്യയാണ് ആ ഉപ്പ് തൂണായിട്ട് ഇന്നും അവിടെ നിൽക്കുന്നത്. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്തു ചെന്നു സോതോമിനും ഗോമോറയ്ക്കും ആ പ്രദേശത്തിൽ സകലത്തിനും നേരെ നോക്കി. ദേശത്ത് പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ ദൈവം ലോത്തിനെ അവിടെ നിന്ന് മാറ്റുകയും അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്യുവാനിടയായിത്തീർന്നു. ദൈവം ആ മ്ലേച്ഛത നിറഞ്ഞ സോദോമും ഗോമോറയും ദൈവം അഗ്നി കൊണ്ട്, തീ കൊണ്ട് നശിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. നാം ഇവിടെ പഠിച്ചത് ലോത്തിന്റെ ഭാര്യയെ കുറിച്ചാണ്. ദ്രവ്യാഗ്രഹം മൂർത്ത, അത്യാഗ്രഹം മൂത്ത ആയ ലോത്തിന്റെ ഭാര്യയാണ് നാം പഠിച്ചത്. അനുസരണയില്ലാത്ത, ദൈവഭയമില്ലാത്ത, അന്യ ജാതികളോട് ഇണയില്ലാപ്പിണ കൂടുന്നതായ ലോത്തിന്റെ ഭാര്യയാണ് നാം പഠിക്കുവാനിടയായി തീർന്നത്. നാം ഒരു കാരണവശാലും ലോത്തിന്റെ ഭാര്യയെ പോലെ ആകുവാൻ പാടില്ല. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന മക്കളായി തന്നെ നാം ജീവിക്കണം. ലോത്തിന്റെ ഭാര്യയെ പോലെ ദ്രവ്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് വിട്ടുമാറി ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന മക്കളായിരിക്കാൻ നാം ഓരോരുത്തരും ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.